നമ്മളെ സഭയിൽ നമ്മൾ അംഗങ്ങളാണെങ്കിൽ സഭയുടെ വിശ്വാസ സത്യങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഉടനെ നമ്മൾ പഴയ നിയമത്തിലെ പ്രബോധനത്തിലേക്ക് നോക്കണ്ട. ഈശോ തന്നെ പറഞ്ഞ വാക്ക് നോക്കുക. എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എൻ്റെ പ്രബോധനം എൻ്റെ അല്ല എന്ന് ഈശോ പറയണു. എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റേതത്ര, എന്നെ അയച്ചവൻ്റേതത്ര. അതാണ് പ്രബോധനത്തിൻ്റെ ആധികാരികത. ഈശോ തന്നെ പറയാണ്, എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റേതത്ര. അപ്പോൾ നമ്മളാരും നമ്മുടേതായ പ്രബോധനത്തിലൂടെ നീങ്ങേണ്ടതല്ല. ഈശോ തന്നെ സഭയുടെ, അതാണ് ഈശോ പറഞ്ഞു യോഹന്നാൻ 7:16. ഈ 7:16 പറയുമ്പോൾ 7:15 ഉള്ള ഇത്, അവൻ്റെ പ്രബോധനത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇവനൊന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ എങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണോ? അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇത് എൻ്റെ പ്രബോധനം അല്ല, എൻ്റെ പ്രബോധനമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ഇത് നമ്മൾ അപ്പസ്തോലിക പ്രബോധനം എന്ന് പറഞ്ഞു മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള ഒരു മാഗസീൻ ഇറക്കിയിരുന്ന കാലഘട്ടത്തിൽ ഇതായിരുന്നു നമ്മുടെ ആപ്തവാക്യം. അതിൻ്റെ ഒരു ശീർഷകമായിട്ട്, എൻ്റെ പ്രബോധനം എൻ്റെ അല്ല. അപ്പോൾ നമ്മളെല്ലാവരിലും ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകണം. കാരണം നമുക്ക് വേണ്ടി ദൈവം തന്നെ ഈ പ്രബോധനം തയ്യാറാക്കി തന്നിരിക്കുകയാണ്. അത് നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പോൾ പലരും ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സൂചനയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഒരു ടോക്ക് കൊടുക്കാൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയെക്കുറിച്ചോ മാമോദിസയെക്കുറിച്ചോ സ്ഥൈര്യലേപനത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവസ്നേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കരുണയെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ, ഉടനെ നമ്മളവിടെ ഇരുന്നുകൊണ്ട് തല പുകഞ്ഞ് ആലോചിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഈശോ പറഞ്ഞ വചനം എടുക്കുക, അതോടൊപ്പം കാറ്റക്കിസം എടുക്കുക. കാറ്റക്കിസത്തിൻ്റെ ബാക്കിൽ ഇൻഡെക്സിൽ പോയി നോക്കുക ഈ സബ്ജക്റ്റ് എവിടെയാണ്. കുറച്ച് നമ്മൾ പരിചയമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്നും പടപടയെന്ന് കാറ്റക്കിസത്തിലെ നമ്പർ എടുത്ത് പറയണം കേട്ടോ. എന്ന മാതിരി നിങ്ങൾക്കും ആ നമ്പറുകൾ എടുക്കാൻ പറ്റും. ആ ഒരു പാരഗ്രാഫ് പാപത്തെക്കുറിച്ച്, പശ്ചാത്താപത്തെക്കുറിച്ച്, ദൈവസ്നേഹത്തെക്കുറിച്ച് എല്ലാമുള്ള ആ ഒരു പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 4-5 റെഫറൻസ് ഉണ്ടാവും. ഒന്ന് വിശുദ്ധ ലിഖിതത്തിലെ ഈശോയുടെ വചനത്തിൻ്റെ റെഫറൻസ് ഉണ്ടാകാം, പഴയ നിയമത്തിലെ റെഫറൻസ് ഉണ്ടാകാം. 2 സഭയുടെ ഏതെങ്കിലും ഒരു പിതാക്കന്മാരുടെ റെഫറൻസ് ഉണ്ടാകാം. 3 സഭാ പ്രബോധനത്തിൻ്റെ മെജിസ്റ്റീരിയത്തിൻ്റെ റെഫറൻസ് ഉണ്ടാകാം, ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ. ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് റെഫറൻസ് ഉണ്ട്. അത് അടിക്കുറിപ്പിൽ നോക്കുക. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. അത് വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കാം. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ഈ പ്രബോധനം നമുക്ക് തന്നിരിക്കുകയാണ്. ഞാനിവിടെ ഈ സിറ്റിയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബൈബിൾ സ്കൂൾ നടത്തി. 1 മാസം കാറ്റക്കിസം, 1 മാസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും ഞാൻ തന്നെ പഠിപ്പിച്ചത്. ഈ ശൈലിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ ബൈബിളും കാറ്റക്കിസവും കൂടി ഇങ്ങനെ കോർത്തിണക്കി നീങ്ങുന്ന ഒരു ശൈലി. എല്ലാവരും വളരെ അനുഭവസ്ഥരാകുകയും അവരെല്ലാവരും ഇപ്പോൾ വളരെ വലിയ വചന പ്രഘോഷകരെ പോലെയായി. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ സോഴ്സ് തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കണം. ഇത് പഠിച്ചിട്ട് എന്തിനാ? വീട്ടിൽ വെക്കാനല്ല, പോക്കറ്റിൽ വെക്കാനല്ല. ഇത് പ്രയോഗിക്കണം, ഇത് ഉപയോഗിക്കണം, ഇത് മറ്റുള്ളവരോട് പറയണം. അപ്പോൾ നമ്മൾ 2 വാക്ക് പറയണമെങ്കിൽ തന്നെ ആ കാറ്റക്കിസം റെഫർ ചെയ്ത് പറയൂ. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ, അതെവിടെ ആ നമ്പർ, എവിടെയത്? അത് ഇന്ന നമ്പറാണ്, 88 നമ്പർ 80 അല്ലെങ്കിൽ ഇന്ന നമ്പറിലാണ്. അത് നോട്ട് ചെയ്തു, അത് മനസ്സിൽ വെച്ചവർ വീട്ടിൽ പോയിട്ട് വീണ്ടും അതെടുത്ത് നോക്കി, അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ,
ഓ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ. യേശു ക്രിസ്തു സഹോദരനാണ്. കണ്ടോ 469 കണ്ടോ നമ്പർ. യേശു ക്രിസ്തു സഹോദരനാണെന്നാ. അപ്പോൾ എനിക്കൊരു വലിയേട്ടനോ എനിക്കൊരു ചേട്ടനോ? എൻ്റെ ചേട്ടൻ ആരാ? ദൈവം തമ്പുരാൻ തന്നെ. നമുക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. ദൈവം ആരാ? ദൈവം എൻ്റെ ചേട്ടൻ. എനിക്കൊരമ്മ മറിയം മാതാവ് എൻ്റെ അമ്മയാണ്. ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ റിലേഷൻഷിപ്പ് കണ്ടോ, റിലേഷൻഷിപ്പ്. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയാണ്. ഏറ്റവും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പിടിക്കണം. പ്രാക്ടിക്കലായിട്ട് അത് ഇങ്ങനെ വിശ്വാസമാണ് നമ്മുടെ പ്രാക്ടിക്കൽ. നമ്മളുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ. പണ്ട് കാലത്ത് മലബാറിലേക്ക് കുടിയേറി പാർത്തു കുറേ പേര് ഇല്ലേ. അവിടെ പള്ളിയില്ല, പട്ടക്കാരനില്ല, ആശുപത്രിയില്ല, പോസ്റ്റ് ഓഫീസും ഇല്ല, ഒന്നുമില്ല. എന്തുണ്ടായിരുന്നു അവരുടെ കയ്യിൽ? കട്ടാമ്പാറയും പിക്കാക്സും ഉണ്ടായിരുന്നു. അവർ മലയോട് മല്ലടിച്ച് അവിടെ ജീവിച്ചു. പക്ഷെ എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ഒരു സംഭവം? വിശ്വാസം. വിശ്വാസം. അതാണ്. ഒരു കത്തയക്കാനോ ഒരു പള്ളിയിൽ പോകാനോ ഒരു ടെലിഫോണോ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഭയാനകമായ പരിതസ്ഥിതികളെ അവർ തരണം ചെയ്യേണ്ടി വന്നു. ചെലുതപ്പോൾ തന്നെ മലേറിയ, പിന്നെ മാറാ രോഗങ്ങൾ, പലതരത്തിൽ. എല്ലാം ആരോടും പറയാൻ പറ്റും. അവരുടെ വിശ്വാസമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്രഡീഷനാണ്. വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ മാത്രമേ, നമ്മൾ വിശ്വാസത്തിൽ വളർന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വചനം വരുന്നു 1 യോഹന്നാൻ 5:4. 1 യോഹന്നാൻ 5:4 കറക്റ്റ്. 1 യോഹന്നാൻ 5:4. ലോകത്തിൻ്റെ മേലുള്ള വിജയം നിങ്ങളുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എന്നാൽ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കണ്ടോ യോഹന്നാൻ 16:33. അപ്പം നമ്മൾ ഈ ലോകത്തിൽ നിരവധി പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്. എന്നാൽ ഈ പ്രശ്നത്തെ അല്ല നോക്കേണ്ടത്, ദൈവത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ പ്രശ്നത്തിൻ്റെ അകത്ത് ദൈവമുണ്ട്. ആ ദൈവം ഈ പ്രശ്നത്തിനെല്ലാം കീഴടക്കിയിരിക്കുകയാണ്. ആ പ്രശ്നത്തെ ദൂരത്തുനിന്ന് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞോടുകയല്ല ചെയ്യേണ്ടത്. ആ പ്രശ്നത്തിൻ്റെ നടുക്കിലേക്ക് കയറി അതിനെ മലർത്തി അടിക്കണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പ്രശ്നത്തിൻ്റെ അകത്ത് കയറണം. പ്രശ്നത്തെ ദൂരത്ത് കണ്ടിട്ട് അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ അങ്ങോട്ടില്ല, അതെനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞ് തിരിച്ചോടേണ്ടവരല്ല. ആ പ്രശ്നത്തിൻ്റെ അകത്ത് ചെല്ലുക. അകത്ത് ചെല്ലുമ്പോൾ തന്നെ പകുതി പ്രശ്നവും മാറും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് ഒരു പ്രാക്ടിക്കൽ ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബ്രദർ ഇതൊക്കെ തിയറിയൊക്കെ പഠിച്ചോട്ട് എന്ത് പ്രയോജനം? നമ്മുടെ വീട്ടിലെ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്. ഇതിനെന്താ പരിഹാരം? പരിഹാരം വിശ്വാസം തന്നെയാണ്. വിശ്വാസമാണ് പരിഹാരം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഈശോ മിശിഹ നമ്മുടെ സഹോദരൻ, ഈശോയുടെ മനസ്സ്, രണ്ട് തരത്തിലുള്ള മനസ്സുണ്ടെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് വളരെ പ്രധാന കാര്യമാണ്. ടു ടൈപ്സ് ഓഫ് തിങ്കിങ്, രണ്ട് തരത്തിൽ ചിന്തിക്കാം, രണ്ട് വിൽ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 475-ലാണത്. ഓക്കെ. ഇനി നമ്മൾ ഈ വിശ്വാസ സത്യങ്ങൾക്ക് ഒരു ശ്രേണിയുണ്ട്. അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതവും വിശ്വാസ സത്യങ്ങളും തമ്മിൽ ഒരു ഘടനാത്മക ബന്ധമുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസ പാതയിലെ ദീപങ്ങളാണ് വിശ്വാസ സത്യങ്ങൾ. അവ ഈ പാതയിൽ പ്രകാശം ചൊരിയുകയും, കണ്ടോ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ദീപങ്ങളാണ്. ഇതില്ലാതെ നമ്മളുടെ വിശ്വാസത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ യഥാർത്ഥമാണോ അല്ലയോ എന്ന് നമ്മൾക്ക് ഉരച്ചു നോക്കുന്ന ഉരകല്ലുകളാണത് വിശ്വാസ സത്യങ്ങൾ. അവ ഈ പാതയിൽ പ്രകാശം ചൊരിയുകയും
ഇതിനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. മറിച്ച് നമ്മുടെ ജീവിതം ധർമ്മനിഷ്ഠമാണെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ പ്രകാശം സ്വീകരിക്കുവാനായി നമ്മുടെ ബുദ്ധിയും ഹൃദയവും തുറന്നിരിക്കും. അപ്പോൾ ധാർമ്മികമായിട്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ ധാർമ്മികതയും വിശ്വാസവും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ ധാർമ്മികതയിൽ നമ്മൾ ധാർമ്മിക നിഷ്ഠമാണെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ പ്രകാശം സ്വീകരിക്കുവാനായി നമ്മുടെ ബുദ്ധിയും ഹൃദയവും തുറന്നിരിക്കും. പിന്നെ അടുത്ത ഭാഗമാണ്, ഒന്ന് വായിക്കാം. 90-ാമത്തെ നമ്പർ. വിശ്വാസ സത്യങ്ങളുടെ അന്യോന്യ ബന്ധങ്ങളും, അതാണ് സമന്വയവും മിശിഹാ രഹസ്യത്തിൻ്റെ ആവിഷ്കരണം മുഴുവനിൽ കാണാൻ കഴിയും. ഭയങ്കര വലിയ കാര്യമാണത്. നമ്മളതിനകത്തേക്ക് പിന്നീട് പോകും. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തോട് വിശ്വാസ സത്യങ്ങൾ വ്യത്യസ്ത തോതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കത്തോലിക്ക പ്രബോധനത്തിൽ സത്യങ്ങളുടെ ഒരു ക്രമം അഥവാ ശ്രേണി, ഹൈറാർക്കി തന്നെ സംജാതമായിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതാണ്. അതാണ്, അതിനൊരു ഓർഡറുണ്ട്. അത് ആദ്യം എന്ത് പഠിക്കണം, ആദ്യം എന്ത് വിശ്വസിക്കണം, അതിനുശേഷം എന്ത് പഠിക്കണം എന്നുള്ള ആ ഒരു. ഇനി നമ്മൾ പോകുന്നത് 89-ാമത്തെ ഖണ്ഡികയുടെ സൈഡിൽ എഴുതിയിരിക്കുന്ന 2625 കേട്ടോ, പ്രാർത്ഥനയാണ്. 2600 എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയുടെ കുറിച്ചുള്ള ഭാഗമാണ്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങളാണ് പറയണത്. 2625 അത് പ്രാർത്ഥനയിൽ സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യമാണ്. 2625. ഒന്നാമതായി, വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. അതാണ് ഇത് വലിയ ഒരു ഘടകമാണ്, വലിയ ഒരു ഘടകമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യങ്ങളും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും നമുക്കാവശ്യമായ വലിയ ഒരു ഘടകമാണ്. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കുറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ആ പാട്ടുകളൊക്കെ പാടി, അത് കഴിഞ്ഞ് വീണ്ടും പാട്ട് എഴുതാനിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ എഴുതണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി. എന്താ കർത്താവ് അങ്ങനെ പറയണേ? പക്ഷെ പെട്ടെന്ന് ഞാൻ ബാലൻസിലായി. കർത്താവല്ലേ പറയണത്, കർത്താവ് പറയണത് തീർച്ചയായിട്ടും നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒറ്റ സ്റ്റാൻഡേർഡിൽ എനിക്ക് ആശ്വാസമായി. കർത്താവേ ശരി, എഴുതണില്ല. പിന്നെ അടുത്ത മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ പറയാണ്, ഞാൻ 150ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ എന്താ പാടാത്തത്? പ്രൈസ് ദി ലോർഡ്. കാര്യം മനസ്സിലായി. ഈശോയെ, ശരിക്കും ഞാൻ പശ്ചാത്തപിച്ചു. നമ്മൾ അന്നൊക്കെ കാസറ്റ് ഇറക്കുക, കാസറ്റ് സെയിലാകുക, കാസറ്റ് ഓരോ സ്ഥലത്തും പ്രചരിക്കുക, ഓരോ കൺവെൻഷനുകളിലും ആ കാസറ്റിനെ കുറിച്ച് 2 വാക്ക് പറയുക, ആൾക്കാർ ഇതേ കൗണ്ടറിലേക്ക് ഓടണു, കാസറ്റ് മേടിക്കണു. ഇതെല്ലാം ഒരു വലിയൊരു ലഹരിയായിരുന്നു. പക്ഷേ ഇതോടെ കാസറ്റ് പരിപാടി നിന്നു, പാട്ടെഴുത്തു നിന്നു. പശ്ചാത്തപിച്ചു, കർത്താവേ അങ്ങ് എഴുതിയ ഈ സങ്കീർത്തനങ്ങൾ. അങ്ങനെയാണ് സങ്കീർത്തനങ്ങൾ പാട്ട് രൂപത്തിലാക്കി. അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഒരു കാസറ്റ് ഇറക്കി. ആ കാസറ്റ് ഇറക്കിയപ്പോൾ അപ്പോൾ പറഞ്ഞു, ഇല്ല ഇങ്ങനെയല്ല. ഇപ്പോൾ മ്യൂസീഷ്യൻസൊക്കെ വേണ്ടേ? അങ്ങനെ വലിയ സംഗീത സംവിധായകരെല്ലാം വെച്ച് അതിനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതിനകത്ത് ഈ വാക്ക് ഇത്തിരി മാറ്റണം, എന്നാലേ കട്ടയ്ക്ക് ഒക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ് കർത്താവ് പറയാണ്, വാക്ക് മാറ്റാണ്ട് ഇതിനെല്ലാം ട്യൂൺ കൊടുക്കാൻ പറ്റും.
അതോടൊപ്പം നമ്മളെ സഹായിച്ചത് നവോദയയുടെ ജിജോ, ഇത്രയും വലിയ സിനിമാ സംവിധായകൻ. അദ്ദേഹത്തിന് ഈ ആശയം കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരുന്ന് 150 സങ്കീർത്തനവും ഇന്ന് ജിജോ പുന്നൂസിന് അറിയാം. 150 സങ്കീർത്തനവും നമ്മുടെ കൂടെയുള്ള പാട്ടുകാർക്കെല്ലാം അറിയാം. അതിനെല്ലാം അപ്പം അങ്ങനെ അത് ഓരോന്നും പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് മുഴുവനും ക്രിസ്തു രഹസ്യങ്ങളാണ് എന്ന്. മാത്രമല്ല ആ ക്രിസ്തു കേന്ദ്രീകൃതമാണ് എല്ലാ സങ്കീർത്തനങ്ങളും. ഇപ്പം നമ്മളിന്ന് ആരംഭത്തിൽ പാടി എന്നോട് കൃപയുണ്ടാകണം, 57-ാം സങ്കീർത്തനമാണ്. കണ്ടോ, കൃപ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. ആരാണ് ഈ സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം? കർത്താവ് ഈശോ മിശിഹായാണ്. ആകാശം ചായിച്ച അവിടുന്ന് ഇറങ്ങി വന്നു. കണ്ടോ, ഇതുവരെ അർത്ഥം തന്നെയല്ലേ. ആകാശം ചായിച്ച അവിടുന്ന് ഇറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. സങ്കീർത്തനം 18. അപ്പം എല്ലാ സങ്കീർത്തനങ്ങളിലും ക്രിസ്തു വിജ്ഞാനീയമാണ്. അത് മനസ്സിലായതോടെ വലിയ വിശാലത, ബൈബിള് മുഴുവനും വേറൊരർത്ഥം തന്നെയായി. അതാണ് ഈശോ തന്നെ പറഞ്ഞത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ലൂക്കാ 24:27-44. ഒന്നാമതായി, വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. എന്നിട്ട് അതിനെ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് ലൂക്കാ 24-ാം അധ്യായത്തിൽ ഈശോ എമ്മാവൂസിലേക്ക് പോയ ആ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നിട്ട് 44-ൽ പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടാണ് വിശുദ്ധ ലിഖിതങ്ങൾ മനസ്ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഇത് അവിടെ പോയ 2 പേരുടെ കാര്യം മാത്രമല്ല, അതാണ് ഉത്ഥാനത്തെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെയിൽ പൊക്കിയത്, അതായത് ഈ മൂടുപടം മാറ്റിയത്, അല്ലെങ്കിൽ ആ മുഖപുര മാറ്റിയത്. അതുവരെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒരു വിധത്തിൽ മുഴുവനും അറിയപ്പെടാതെ വച്ചിരിക്കുകയാണ്. അത് ഇതുപോലെയാണ്, നമ്മൾ ഒരു വലിയ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ശില്പി ഉണ്ടാക്കുകയാണെങ്കിൽ അത് മുഴുവനായി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അനാച്ഛാദനം എന്ന് പറഞ്ഞ പോലെ ഈ രക്ഷാകര സംഭവം മുഴുവനും അനാച്ഛാദനം ചെയ്തത് ഈശോയുടെ ഉയർപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഉയർപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോൾ പടിപടിയായിട്ട് വരുന്നു. പന്തക്കുസ്താക്ക് ശേഷമാണ് കൃത്യമായിട്ട് ഇതെല്ലാം. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇതാണല്ലേ അവിടെ എഴുതിയിരിക്കണതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ്? അപ്പോഴാണ് ഈ മുദ്ര പൊട്ടിച്ച് ഈ വിശുദ്ധ ലിഖിതങ്ങളും വിശ്വാസ സത്യങ്ങളുടെ എല്ലാം രഹസ്യങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ലിഖിതം പഠിക്കുമ്പോഴും സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോഴും പ്രവാചക ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. ഓർക്കുന്നുണ്ടല്ലോ, ക്രോണോസ് ആൻഡ് കൈറോസ്, ക്രിസ്തു കേന്ദ്രീകൃതത്വം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും
പ്രവാചക ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. കണ്ടോ? 24:46 അതെവിടെ എഴുതിയിരിക്കുന്നത്? ഹോശിയ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം. ഹോശിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വചനം. ഹോശിയ 6-ാം അധ്യായം 2-ാമത്തെ വചനം. ഒന്ന് മുതൽ വായിക്കാം. അവർ പറയും, വരുവിൻ, നമുക്ക് കർത്താവില്ലെങ്കിൽ മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും. അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദ ലോർഡ്. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. 6:2. അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിലെ, അപ്പോൾ ഇവിടെ നമ്മൾ CCCയിലേക്ക് വരാം. വീണ്ടും 2625. ഒന്നാമതായി, വിശ്വാസികൾ കേൾക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളെ, ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് ഈ 150 സങ്കീർത്തനത്തിനും വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സ്പോസിഷൻ ഓഫ് സാംസ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആ പുസ്തകം. അമേരിക്ക, കാനഡയിലുള്ളവർക്ക് ഇത് ഗൂഗിളിൽ കിട്ടും. ഇത് 2 വോളിയമായിട്ടുണ്ട്. ഇതതിൻ്റെ 1-ാം വോളിയം മാത്രമാണ്. 2 വോളിയം ഒരുപോലെ ഇരിക്കും. വോളിയം 1, 2 എന്നുള്ള ഒരു വ്യത്യാസം മാത്രം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വാങ്ങുന്നവരെ ശ്രദ്ധിച്ച് വാങ്ങണം. ഇതുപോലെ തന്നെ 2 പുസ്തകം. ഇതാണ് അതിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ. ഇതിനു മുമ്പുള്ളത് വളരെ കനം കൂടിയതും. അപ്പം ഈ വിശുദ്ധ അഗസ്തീനോസ് ആണ് സങ്കീർത്തനങ്ങളെല്ലാം 150 സങ്കീർത്തനത്തിലെയും ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യാഖ്യാനം. മറ്റൊരുപാട് പേര് സങ്കീർത്തനങ്ങളെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പലതും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക്, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, സങ്കീർത്തനത്തിനെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. പല രീതിയിൽ. ഇപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു കാലത്ത് സങ്കീർത്തനങ്ങളെക്കുറിച്ചൊരു പരമ്പര ഉണ്ടായിരുന്നു. ആ പരമ്പരയിൽ സഭയിൽ സാധാരണ നമ്മൾ യാമപ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ വിവിധ തരത്തിൽ സങ്കീർത്തനങ്ങളിൽ വിലാപങ്ങളുടെ സങ്കീർത്തനം, സന്തോഷത്തിൻ്റെ സങ്കീർത്തനം, സ്തുതിപ്പിൻ്റെ സങ്കീർത്തനം, വിജയത്തിൻ്റെ കീർത്തനം, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുണ്ട്. ആ രീതിയിലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഈ വ്യാഖ്യാനം ക്രിസ്റ്റോ സെൻട്രിക്, സങ്കീർത്തനങ്ങളിലെ ക്രിസ്തു വിജ്ഞാനീയം എന്ന് നമുക്ക് പറയാം. എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണിത്. ഞാൻ രാവും പകലും ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് അതിലടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ സകല പ്രവൃത്തികളും ആര് നയിക്കുന്നതാണ്? കർത്താവ് നയിക്കുന്നതാണ്. അതാണ് 23-ാം സങ്കീർത്തനം. എന്താ 23-ാം സങ്കീർത്തനം? കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടന്ന് എനിക്ക് വിശ്രമമരുളുന്നു.
എന്താ പച്ചപ്പുല്ല് എന്ന് പറയുന്നത്? പച്ചപ്പുല്ല് എന്ന് പറയുന്നത് വചനമാണ്. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു. ആ പ്രശാന്തമായ ജലാശയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് നമുക്കങ്ങ് മനസ്സിലായി കഴിഞ്ഞതോടെ ഈ സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ രഹസ്യം അങ്ങ് തുറന്നു. ഒരു അൺലോക്കിങ്. അല്ലെങ്കിൽ നമ്മളൊരു സങ്കീർത്തനം 91 സങ്കീർത്തനം പാടിയിട്ട് പോയിക്കോട്ടോ, സംരക്ഷണം പ്രാർത്ഥന വേണം, സംരക്ഷണം. ശരി, ഞാനൊരു സംരക്ഷണം പ്രാർത്ഥിക്കാറില്ല. ഞാനെന്തിനാ സംരക്ഷണം പ്രാർത്ഥന നടത്തുന്നത്? എൻ്റെ അകത്ത് കർത്താവ് ഈശോമിശിഹാ വസിക്കുന്നു. ഞാനാണോ എന്നെ സംരക്ഷിക്കേണ്ടത്? അതാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ സംരക്ഷണം. നമ്മളിത് അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ വിശ്വാസമില്ലായ്മയാണത്, അല്ലെങ്കിൽ വിശ്വാസം കുറവ് കൊണ്ടാണ്. ഇതാണ് നമ്മൾ കടന്നു വരേണ്ട മേഖലകൾ. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക്. അപ്പോൾ ഇത് ദാവീദ് രാജാവ് ഒരു ബാലനായിരുന്നപ്പോൾ മുതൽ പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദാവീദ് ഈശോയുടെ പിതാമഹനാണ്. ദാവീദിൻ്റെ മകനാണ് യേശു. അന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് അതിൽ മുഴുവനും. ഈ രക്ഷാകര പദ്ധതിയിലുള്ള വിശ്വാസത്തിൻ്റെ രഹസ്യം. നിനക്ക് ഒന്നിനും കുറവുണ്ടാകയില്ല. പച്ചപ്പുല്ല് ആകുന്ന വചനം, അതാണ് ആടുകൾക്ക് ആദ്യം കൊടുക്കുന്നത്. എന്ന മാതിരി നമ്മുടെ ആത്മാവിനാവശ്യമായ ഭക്ഷണം, പ്രശാന്തമായ ജലാശയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. ഉന്മേഷം നൽകുന്നു എന്നുള്ളതിൻ്റെ ഒറിജിനൽ വാക്ക് പുതുജീവൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ സമയം ആയി. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇറ്റ് ഈസ് മൈ വീക്ക്നെസ്, സങ്കീർത്തനങ്ങളിലൂടെ ഉള്ള യാത്ര നമ്മൾ ഇനി ഈ രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ആശയം വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോ സങ്കീർത്തനങ്ങളും വായിച്ചോളൂ. ഓടിച്ചു വായിച്ചു പോകരുത്. ഓരോ ചെറിയ വാക്കിനും വലിയ അർത്ഥം അതിലുണ്ട്. എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള അർത്ഥം അതിലുണ്ട് എന്ന് മനസ്സിലാക്കി വായിക്കുകയും ധ്യാനിക്കുകയും രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അവൻ എന്ത് ചെയ്താലും വിജയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണത്താൽ 2625 കാരണത്താൽ ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. അപ്പോൾ ഈ പ്രവചനങ്ങളും സങ്കീർത്തനങ്ങളും എല്ലാം പ്രവചനങ്ങൾ തന്നെയാണ്. സങ്കീർത്തനങ്ങളും പണിക്കാരുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നുണ്ടോ, സങ്കീർത്തനം 118. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൽ അവ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മളുടെ പ്രശ്നം. ഇത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ടെന്ന കാരണത്താൽ വിശ്വാസികൾ സ്വന്തമാക്കുന്നു. സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവ് അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും ദൗത്യ നിർവഹണത്തിലും പ്രവർത്തന നിരതനായി ക്രിസ്തുവിൻ്റെ അമേയ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ വാങ്മയങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ പാടുമ്പോൾ ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ കാലത്തിനനുസരിച്ചുള്ള സങ്കീർത്തനം കണ്ടോ. അപ്പോൾ ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പേ രചിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു രഹസ്യത്തിൻ്റെ അനാവരണമായിട്ടാണ് നമ്മളത് പാടുന്നത്. ആ സമയത്ത് ആ പാട്ട് മാറ്റി വേറെ എന്തെങ്കിലും പാടാൻ പാടില്ല. എന്ന പോലെ തന്നെ യാമപ്രാർത്ഥനകളിൽ, നമ്മുടെ കാനോന നമസ്കാരങ്ങളിൽ ഈ സങ്കീർത്തനങ്ങളെല്ലാം പാടുമ്പോൾ
യാമപ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട് സഭയിൽ. അല്ലെങ്കിൽ 3 യാമങ്ങൾ, രാവിലെ 6 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക്, വൈകുന്നേരം 3 മണിക്ക്, ഇങ്ങനെയുള്ള യാമങ്ങൾ. പിന്നെ രാത്രി പ്രാർത്ഥന. അപ്പോൾ അത് കാനോനിക്കലായിട്ട് എല്ലാ അച്ഛന്മാരും സിസ്റ്റേഴ്സും പ്രാർത്ഥിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കുന്നുണ്ട് അവർ. അപ്പോൾ അവിടെയെല്ലാം ഓരോ യാമങ്ങളിലും ക്രിസ്തുവിനെ ഓർക്കുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങളും ക്രിസ്തു ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഓർക്കുകയാണ്. അങ്ങനെ ഓർത്തോർത്ത് വരുമ്പോൾ സഭയുടെ പ്രാർത്ഥനയിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിൻ അവളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും സഭയുടെ ജീവിതത്തിലും കൂദാശകളിലും കണ്ടോ, സഭയുടെ ജീവിതത്തിൽ, അതായത് സഭാ ജനത, നമ്മളെല്ലാവരും നമ്മുടെ പ്രഭാത പ്രാർത്ഥന, ഇടയ്ക്കിടയ്ക്കുള്ള പ്രാർത്ഥനകളിലും കൂദാശകളിലും ദൗത്യ നിർവഹണത്തിലും പ്രവർത്തന നിരതനായ ക്രിസ്തുവിൻ്റെ, ഇതെല്ലാം ക്രിസ്തുവാണ് ചെയ്യണത് നമ്മളിലൂടെ. പരിശുദ്ധാത്മാവാണ് കാര്യസ്ഥൻ. ക്രിസ്തുവും പരിശുദ്ധാത്മാവുമാണ് നമ്മളിലൂടെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈശോ നമ്മോട് സംസാരിക്കണം. അതാണ് സഭയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ ജീവിതമാണ്. ഓക്കെ, ഇനി ക്രിസ്തുവിൻ്റെ അമേ രഹസ്യത്തെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ വാങ്മയങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. അതായത് പുതിയ പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകണം. നമ്മൾ പണ്ട് നടത്തിയ ചില ശുശ്രൂഷകളെ മാത്രം നോക്കിയിരുന്നാൽ പോരാ. ഇപ്പം നോക്കിയേ, ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്തോരം പുതിയ ശുശ്രൂഷകളാണ്. എന്നാൽ ഇത് പോരാ, ഇനിയും ശുശ്രൂഷകൾ ഉണ്ടാവണം. ഏറ്റവും പ്രധാന ശുശ്രൂഷ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, ഈ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഈ സങ്കീർത്തനങ്ങളാണ് യേശു പാടി പ്രാർത്ഥിച്ചിരുന്നത്. സങ്കീർത്തനങ്ങൾ യേശുവിൻ്റെ പ്രാർത്ഥനാ പുസ്തകമായിരുന്നു. ഈശോ ഓരോ ദിവസവും നിരവധി സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചിരുന്നു. ആ ശൈലി നമ്മൾ എടുക്കണം. സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിക്കണം. ഇനി മഹത്തായ ആരാധനാക്രമപരവും ആധ്യാത്മികവുമായ പാരമ്പര്യങ്ങളിൽ ഈ പറഞ്ഞ വാഗ്മയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പസ്തോലികവും കാനോനികവുമായ വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ കാനോനികം എന്ന് ഇവിടെ പറയുന്നത് നമ്മുടെ ബൈബിളിലെ പുസ്തകങ്ങളുടെ കാനോനെക്കുറിച്ചാണ്. ഗ്രന്ഥങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങൾ എന്നും ക്രൈസ്തവ പ്രാർത്ഥനയുടെ മൂലമാതൃകളായി നിലനിൽക്കും. അപ്പോൾ ഈ കാനോനികമായ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ പ്രവാചക ഗ്രന്ഥങ്ങളിലും ചില പ്രാർത്ഥനകളുണ്ട്. എന്ന പോലെ തന്നെ സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനകളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ക്രിസ്തു രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രിസ്തു രഹസ്യങ്ങൾ ആദ്യം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത പ്രവാചകരിൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് അത് വെളിപ്പെടുത്തി കൊടുത്തത്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് ആ വെളിപാടിൻ്റെ ഒരു തുറവി നമുക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു.